സൂറത്ത് അഹ്സാബിലെ 28-29 ആയത്തുകളാണ് ഇന്ന് ജബ്ബാർ കൈയാളുന്നത്. യാ അയ്യുഹൻ നബിയ്യു ഖുൽ ലിഅസ്വാജിക ഇൻ കുന്തുന്ന തുരിദിനൽ ഹയാത്തദ് ദുനിയാ വസീനതഹാ ഫതആലൈന ഉമത്തിഉകുന്ന വഉസർരിഹുകുന്ന സറാഹൻ ജമീല വഇൻ കുന്തുന്ന തുരിദിനല്ലാഹ വറസൂലഹു വദ്ദാറൽ ആഖിറത ഫഇന്നല്ലാഹ അഅദ്ദ ലിൽ മുഹ്സിനാതി മിൻകുന്ന അജ്റൻ അളീമ. ഇതാണ് ഈ ആയത്തുകൾ. പ്രവാചകൻ താങ്കളുടെ ഭാര്യമാരോട് പറയുക, നിങ്ങൾ ഭൗതിക ജീവിതവും അതിൻ്റെ സൗന്ദര്യവുമാണ് ആഗ്രഹിക്കണമെങ്കിൽ നിങ്ങൾ വരി, ഞാൻ നിങ്ങൾക്ക് മത്താഴ് ജീവിത സൗകര്യം നൽകാം, നിങ്ങളെ നല്ല നിലക്ക് സുന്ദരമായ രീതിയിൽ നിങ്ങളെ മോചിപ്പിക്കുകയും ചെയ്യാം. എൻ്റെ ഭാര്യമാർ എന്നുള്ള പദവിയിൽ നിന്ന് നിങ്ങൾ ഒഴിവാക്കിത്തരാം. ഇനി നിങ്ങൾ അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും പരലോകത്തെയുമാണ് ആഗ്രഹിക്കണമെങ്കിൽ നിങ്ങളിലെ മുഹ്സിനാത്ത് സുഹൃതം ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു മഹത്തായിട്ടുള്ള പ്രതിഫലം ഒരുക്കി വച്ചിട്ടുണ്ട്. ഇതാണ് ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ള അതിൻ്റെ അർത്ഥതാണ്. ഇതിനെയാണ് മൂപ്പര് കൈയാളുന്നത്. ഇവർ പറയണത് എന്താണെന്ന് ചോദിച്ചാൽ, മുഹമ്മദിൻ്റെ ഭാര്യമാരുടെ കാര്യത്തിൽ അള്ളാഹു ഇടപെട്ടു. എന്നാൽ ഭാര്യമാരുമായിട്ടുള്ള പ്രശ്നം പരിഹരിക്കാൻ അള്ളാഹു ഇടപെട്ടു എന്നാണ്. ഇവിടെ ജബ്ബാറിനെ പോലുള്ള കുബുദ്ധികൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, പ്രവാചകൻ്റെ ജീവിതത്തിലുടനീളം നിലനിർത്തി പോന്നിട്ടുള്ള വ്യക്തിപരവും കുടുംബപരവും സാമൂഹികവുമായിട്ടുള്ള ഒരു നിലപാടുണ്ട്. ആ നിലപാടിന് വിരുദ്ധമായി നബിയുടെ വ്യക്തിത്വത്തോട് യോജിക്കാത്ത വല്ല സമീപനവും അത് ആരുടെ ഭാഗത്തു നിന്ന് കണ്ടാലും, അത് കുടുംബത്തിൻ്റെ കാര്യത്തിൽ ഭാര്യമാരുടെ കാര്യത്തിൽ ഭാഗത്ത് നിന്ന് കണ്ടാലും അത് തിരുത്താൻ വേണ്ടി അവരെ ഉപദേശിക്കാം. ഇതാണ് ഇവിടെ അള്ളാഹു ചെയ്തിട്ടുള്ളത്. അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ആ മനുഷ്യനോട്, ആദ്യത്തെ മനുഷ്യനോട് തന്നെ പറഞ്ഞിട്ടുള്ള സംഗതിയാണ്, നിങ്ങൾക്ക് എൻ്റെ സന്ദേശം വന്നു കിട്ടും. ആ സന്ദേശം വന്നു കിട്ടുമ്പോൾ അത് നിങ്ങൾ പിൻപറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് പരലോകത്ത്, നിങ്ങൾക്ക് ദുനിയാവിൽ തന്നെ നല്ല ജീവിതമുണ്ട്, സന്തോഷകരമായ ജീവിതം ഉണ്ടാവും. പരലോകത്ത് ഉറപ്പായും നിങ്ങൾക്ക് ശാശ്വതമായിട്ടുള്ള സൗഭാഗ്യങ്ങൾ സ്വർഗമടക്കം ലഭിക്കും. മറിച്ചാണെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് നിങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ടാണ് മനുഷ്യനെ ഭൂമിയിലേക്ക് നിയോഗിച്ചിട്ടുള്ളത്. ഇനി മൊത്തം പ്രവാചകന്മാരെടുത്താൽ അവിടെയും നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ്? പ്രവാചകന്മാരുടെ കുടുംബം, ആ കുടുംബത്തിനും പ്രവാചകന്മാരോട് നിർദ്ദേശിച്ച ഇതേ കാര്യം ബാധകമായിരുന്നു. പ്രവാചകന്മാരുടെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് കുടുംബം നീങ്ങുന്നതെങ്കിൽ ആ കുടുംബത്തെ തിരുത്താൻ കുടുംബം സന്നദ്ധമല്ലെങ്കിലോ ആ കുടുംബം അതിൻ്റെ പരിണതി ഏറ്റുവാങ്ങേണ്ടി വരും. അങ്ങനെയാണ് നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെയും ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെയും ഭാര്യമാർ അള്ളാഹുവിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങി എന്ന് ഖുർആൻ പറഞ്ഞത്. ഇവിടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട് ജബ്ബാർ പറയുന്നത്, ബനു നളീറിൻ്റെ സ്വത്തൊക്കെ മുഹമ്മദ് പിടിച്ചടക്കി, എന്നിട്ടത് തീർത്ത് മുഹമ്മദാണ് കയ്യാളിയത് കേട്ടോ. അതിൽ നിന്ന് ഭാര്യമാർക്ക് വേണ്ട വിധത്തിൽ ഭക്ഷണമോ വസ്ത്രമോ ഒന്നും കൊടുത്തില്ലാന്ന് നിൽക്കാം. യഥാർത്ഥത്തിൽ ജബ്ബാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവഹേളിക്കാനാണിത് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിലുള്ള ഖുർആൻ തന്നെ പറഞ്ഞിട്ടുള്ള അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വമാഫാ അല്ലാഹു അലാ റസൂലിഹി മിൻ അഹ്ലിൽ ഖുറ, ഒരു നാട്ടുകാരിൽ നിന്ന് അള്ളാഹു തൻ്റെ പ്രവാചകന് നൽകിയ സ്വത്ത് അത് യുദ്ധം വഴി അല്ലെങ്കിൽ അത് അള്ളാഹുവിനും റസൂലിനുള്ളതാണെന്നാണ് എന്തായാലും അർത്ഥം. അത് റസൂലിന് യഥേഷ്ടം ഉപയോഗിക്കാൻ പറ്റുന്നതും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തമായിട്ട് വീട്ടുകാർക്ക് ഭാര്യമാർക്കൊന്നും കൊടുക്കാതെ
അത് തിന്നു മുടിക്കുകയുമായിരുന്നു എന്നാണോ ബുദ്ധിയും വിവേകമുള്ള ഒരു മനുഷ്യൻ മനസ്സിലാക്കാം? ജബ്ബാറിന് ബുദ്ധിയില്ല, വിവേകമില്ല, യുക്തിയുമില്ല എന്നുള്ളത് വേറൊരു കാര്യം. എന്നാൽ ബുദ്ധിയും വിവേകവും യുക്തിയും ഒക്കെ ഉള്ള മനുഷ്യൻ തീർച്ചയായിട്ടും മനസ്സിലാക്കുക, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ചുരുങ്ങിയത് അദ്ദേഹത്തിൻ്റെ ഭാര്യമാർക്കെങ്കിലും നല്ല ജീവിതം നൽകിയിട്ടുണ്ടാവും തന്നെയാണ്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും ജബ്ബാറിനില്ലാത്തതാണ് ജബ്ബാറിൻ്റെ ഏറ്റവും വലിയ ദുര്യോഗം എന്ന് പറയുന്നത്. ഇവിടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭാര്യമാരുടെ ഭർത്താവ് മാത്രമല്ല, അദ്ദേഹം പ്രവാചകനാണ്, രാഷ്ട്രനായകനാണ്. രാഷ്ട്രത്തിലെ തൻ്റെ കീഴിലുള്ള ജനങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിത സുഖ സൗകര്യങ്ങൾ അത് അദ്ദേഹം അന്വേഷിക്കുകയും പ്രയാസപ്പെടുന്നവരുടെ പ്രയാസം ദൂരീകരിക്കാൻ വേണ്ടി അദ്ദേഹം തൻ്റെ കയ്യിലുള്ള സമ്പത്ത് വിനിയോഗിക്കുകയും ചെയ്യാന്നുള്ളത് അദ്ദേഹം നിരന്തരം നിർവഹിച്ചു പോന്നിട്ടുള്ള സംഗതിയാണ്. അത് ബനൂ നദീറിൻ്റെ സ്വത്ത് കിട്ടുന്നതിന് മുമ്പും ശേഷവും ഒക്കെ അങ്ങനെ തന്നെയാണ്. ജബ്ബാറിനെ അറിയുമെന്നറിയില്ല, അല്ലെങ്കിൽ ജബ്ബാറിനെ പോലുള്ള ആളുകൾക്ക് അറിയുമെന്നറിയില്ല. ഒരു മുസ്ലിമായിട്ടുള്ള മനുഷ്യൻ മരിച്ചു, അയാൾക്ക് കടമുണ്ടെങ്കിൽ ആദ്യത്തിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിരുന്നത് എന്താണ്? നബി അനുയായികളോട് പറയും, നിങ്ങൾ നമസ്കരിച്ചു കൊള്ളുക, അയാൾക്ക് കടമുള്ളത് കൊണ്ട് എനിക്ക് നിസ്കരിക്കാൻ പറ്റില്ല. കാരണം ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് ജബ്ബാർ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും, ജബ്ബാർ അംഗീകരിക്കണമല്ലോ ഒരു സംഗതിയുടെ സത്യസ്ഥിതിയും അല്ലെങ്കിൽ അതിൻ്റെ യഥാർത്ഥ സ്വഭാവം എന്ന് പറഞ്ഞത്. അള്ളാഹുവിൻ്റെ റസൂൽ അള്ളാഹുവിനോട് ഒരു മനുഷ്യന് വേണ്ടി അയാളുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന തീർത്ത് അള്ളാഹു കേൾക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും കടം വന്ന് കടബാധ്യത ഉള്ള ഒരാൾ മരിച്ചിട്ട് അള്ളാഹിൻ്റെ റസൂൽ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ അയാൾക്ക് കടം പുറത്തിട്ടാണല്ല അവിടെ സംഭവിക്കുന്നത്, പുറത്തിട്ടെന്നുള്ളൊരു സംഗതിയാണ്. അതേ അവസരം അത് ഈ അവകാശം കിട്ടേണ്ട ആൾക്ക് അവകാശം കിട്ടാതെ പോവുകയും ചെയ്യും. അപ്പോൾ മനുഷ്യന് കിട്ടേണ്ട, മറ്റൊരാൾക്ക് കിട്ടേണ്ട അവകാശം നിഷേധിക്കാൻ പാടില്ല എന്നതുകൊണ്ട് കൂടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരം ആളുകൾക്ക് മയ്യത്ത് നമസ്കരിക്കാതിരുന്നത്. എന്നാൽ അതേ അവസരം അനുയായികളോട് പറയും, നിങ്ങൾ നമസ്കരിച്ചുള്ള. എന്നാൽ പിന്നീട് രാഷ്ട്രത്തിൻ്റെ സമ്പത്ത് അത്യാവശ്യം ബൈത്തുൽ മാലിൽ പൊതുഭണ്ഡാരത്തിൽ അത്യാവശ്യം സമ്പത്ത് വരാൻ തുടങ്ങിയതിൻ്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തതെന്താന്ന് ഹദീസിൽ ഉദ്ധരിച്ചു വന്നിട്ടുണ്ട്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഞാൻ ഈ മയ്യത്ത് മരിച്ച ആൾ വല്ലതും വിട്ടേച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ കുടുംബത്തിൻ്റെ വിറാസത്ത് അനന്തരാവകാശം എന്നുള്ളവർക്ക് അവർക്ക് എടുക്കാം. എന്നാൽ അയാളുടെ ബാധ്യത, കടം പോലുള്ള ബാധ്യതകൾ അത് ഞാനാണത് ഏറ്റെടുക്കുക. എന്താ ഇത് തെളിയിക്കണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അനുയായികളിലെ ഇങ്ങനെ പ്രയാസപ്പെടുന്ന ആളുകളുടെ ബാധ്യത ഏറ്റെടുക്കുകയും ആ ബാധ്യതകൾ നിർവഹിച്ച് അവരെ സംരക്ഷിക്കാൻ വേണ്ടി അവർ ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചപ്പോഴും ഒക്കെ ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം കയ്യിലുള്ള ഇതുപോലുള്ള സമ്പത്ത് വിനിയോഗിച്ചിട്ടുള്ളത്. അല്ലാതെ ജബ്ബാർ പറഞ്ഞ മാതിരി അള്ളാഹ്ക്കും റസൂലിനുള്ളതാണ് പറഞ്ഞാൽ റസൂലിന് സുഭിക്ഷമായിട്ട് ഭക്ഷിക്കാനെന്നുള്ള അർത്ഥത്തിലല്ല, അത് രാഷ്ട്രത്തിൻ്റെ സമ്പത്താണെന്നാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നല്ല, ഏത് പ്രവാചകനും അദ്ദേഹം മരിച്ചാൽ അദ്ദേഹത്തിൻ്റെ സമ്പത്ത് അനന്തരാവകാശികൾ അവകാശം എടുക്കില്ല എന്നാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. അത് പൊതു സ്വത്താണ്. അതുകൊണ്ടാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് ചെന്നിട്ട് ഖൈബറിലുള്ള നബിയുടെ സ്വത്ത് തന്നെ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു അത് കൊടുക്കാൻ നിരസിച്ചിട്ടുള്ളത്. എന്ന് മാത്രമല്ല, ഫാത്തിമയെയും അലിയെയും ഒക്കെ അദ്ദേഹം ബോധ്യപ്പെടുത്തുകയും ചെയ്തു, ഇത് പൊതു സ്വത്താണ്. അതേവസരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്നപ്പോൾ നബിയുടെ കുടുംബത്തിന് എങ്ങനെയാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സ്വത്തിൽ നിന്ന് വിഹിതം നൽകിയിരുന്നത് അതുപോലെ ഇവർക്ക് ഞാൻ നൽകും എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കാത്തത് കൊണ്ട് അല്ല ജബ്ബാർ ഇത്തരത്തിലുള്ള തെറ്റായിട്ടുള്ള പരാമർശങ്ങൾ നടത്തുന്നത്. ജബ്ബാറിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവഹേളിക്കുക എന്നുള്ളത് ജീവിത ധർമ്മമായിട്ട് കാണുന്ന, ലക്ഷ്യമായിട്ട് കാണുന്ന ഒരുത്തനാണ് ജബ്ബാർ. ആ ദുഷ്ടബുദ്ധി അവൻ എപ്പോഴും പ്രവഹിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ജബ്ബാർ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജബ്ബാർ തന്നെ പറഞ്ഞല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭാര്യമാർക്ക് ഒരു കൊല്ലത്തേക്കുള്ള അവരുടെ ജീവിതത്തിനുള്ള വക നൽകിയിരുന്നു.
അപ്പോൾ ഇത് ഖൈബറിലെ അല്ലെങ്കിൽ അതുപോലെ ഉള്ള പ്രദേശങ്ങളിലെ സ്വത്ത് കിട്ടിയതിൻ്റെ ശേഷമാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? സാധാരണഗതിയിൽ ജീവിക്കാൻ ആവശ്യമുള്ളതിന് കവിഞ്ഞ് കൂടുതൽ തങ്ങൾക്ക് നൽകണമെന്ന് ഭാര്യമാർ ആവശ്യപ്പെട്ടപ്പോഴാണ് അള്ളാഹു അവരോട് ഇത്തരത്തിലുള്ളൊരു സംഗതി പറഞ്ഞുകൊണ്ട് ഒന്നുകിൽ നിങ്ങൾക്ക് ജീവിത സൗകര്യമാണ് വേണ്ടെങ്കിൽ അത് നൽകാം, പക്ഷേ എൻ്റെ ഭാര്യമാരായി നിൽക്കാൻ പറ്റില്ല. അതല്ല, നിങ്ങൾക്ക് അള്ളാഹുവിനെയും റസൂലിനെയാണ് വേണമെങ്കിൽ ഇതുപോലുള്ള അവസ്ഥകൾ തരണം ചെയ്തുകൊണ്ട് അത് സ്വീകരിച്ച് അതിൽ സംതൃപ്തി പൂണ്ട് ക്ഷമിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഗുണം. ഇവിടെ ജബ്ബാർ പറഞ്ഞത് ഭീഷണിപ്പെടുത്താതാണ്. ഇവരൊരു ഭീഷണിയുടെയും പ്രശ്നമില്ല. ഇവിടെ മാന്യമായിട്ടാണ് അള്ളാഹു ഈ കാര്യം പറയാൻ വേണ്ടി നബിയോട് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിളിച്ചിട്ട് മാന്യമായിട്ട് തന്നെയാണ് ആ സംഗതി പറഞ്ഞതും. ആയിഷ തൻ്റെ ഭാര്യയായിട്ടുള്ള ആയിഷ റളിയല്ലാഹു അൻഹായോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഹദീസിൽ ഉദ്ധരിച്ചു വന്നിട്ടുണ്ട്. അത് ജബ്ബാർ കണ്ടിട്ടില്ല, കാണൂല്ല. ആയിഷ ബിയോട് പറഞ്ഞത് എന്താണ്? ഞാൻ നിന്നോടൊരു കാര്യം പറയാൻ പോകുന്നു, നിനക്ക് കൂടുതൽ സൗകര്യം വേണ്ടതുണ്ടെങ്കിൽ ഈ രീതിയിൽ ചെയ്യാം, പക്ഷേ സ്വന്തമായിട്ട് തീരുമാനിക്കണ്ട, വാപ്പിയും മ്യുവൊക്കെയായിട്ട് അന്വേഷിച്ച് തീരുമാനിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഞാനത് വാപ്പിയമ്മയായിട്ട് ബന്ധപ്പെടട്ടെ എന്നല്ല ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുള്ളത്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത് എനിക്കതിൽ വാപ്പനോടും ഉമ്മനോടും ചോദിക്കേണ്ട കാര്യമില്ല, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിനാണ് ഇഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞിട്ട് അവരെ അതിന് മറുപടി നൽകിയിട്ടുണ്ട്. ഭീഷണി ഉണ്ടെങ്കിൽ അങ്ങനെയല്ലല്ലോ ചെയ്യുക. അപ്പോൾ ഭീഷണി അല്ലെങ്കിൽ എന്നൊക്കെ പറയുന്നത് ജബ്ബാർ ഉണ്ടാക്കിയെടുക്കുന്ന ചില സംഗതികളാണ്. അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഒരു ഭീഷണി ഉയർത്തിയിട്ടില്ല. വളരെ മാന്യമായി സ്നേഹപൂർവ്വമാണ് ഭാര്യമാരോട് ഇത് പറഞ്ഞിട്ടുള്ളത്. മറ്റ് ഭാര്യമാരോടൊക്കെ ആയിഷയുടെ പ്രതികരണം അറിയിച്ചപ്പോൾ അവരും പറഞ്ഞു, ഞങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു നബിയെ ഒഴിവാക്കി പോകുന്നൊരു പ്രശ്നമൊന്നുമില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിക്കാൻ തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് അവരും പറഞ്ഞു. ഇതാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇതിനെ വലിച്ചു നീട്ടിയിട്ടാണ് ജബ്ബാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വത്തൊക്കെ കൈയടക്കി ആർക്കും കൊടുത്തില്ല, ഭാര്യമാർക്ക് പോലും മര്യാദയ്ക്ക് ജീവിക്കാനുള്ള വക നൽകിയതാണെന്നൊക്കെ തട്ടിവിടുന്നത്. ജബ്ബാർ അങ്ങനെ പറയട്ടെ. ജബ്ബാറിൻ്റെ ഈ തള്ള് അത് വിവേകമുള്ള ആരും അംഗീകരിക്കൂല, ചരിത്രബോധമുള്ള വിജ്ഞാനമുള്ള ആരും അംഗീകരിക്കൂല, അല്പമൊക്കെ വിവേകമുള്ളവരും അംഗീകരിക്കൂല. ജബ്ബാറിനെ പോലുള്ള ദുഷ്ടബുദ്ധികളും ഇതുപോലെ അവഹേളനം മാത്രം ജീവിത രീതിയായിട്ട് സ്വീകരിച്ചിട്ടുള്ള ആളുകളൊക്കെ അത് അംഗീകരിച്ചു എന്ന് വരും. അതിൽ ജബ്ബാറിന് സംതൃപ്തി അടയുകയും ചെയ്യാം.